സോ ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ബാലൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് ഗൈസ്. ബാലൻ ദ ബോയ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആവേശമൊക്കെ ഇരുന്നില്ലേ, അതിൻ്റെ റൈറ്റർ പുള്ളിയാണെന്ന് തോന്നുന്നു, ജിത്തു മാധവനാണെന്ന് തോന്നുന്നു ഗൈസ് ഇതിൻ്റെ റൈറ്റർ. ആൻഡ് ഇതിൻ്റെ ഡയറക്ടർ നമ്മൾ വരുന്നത് ചിദംബരനാണ് ഗൈസ്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് 2024 മലയാളം ഇൻഡസ്ട്രി മാറ്റിയ സാധനമാണ് മഞ്ഞുമൽ ബോയ്സ്. സോ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടറിൻ്റെ അടുത്ത പടം. സോ പുള്ളി ആകെ 2 പടങ്ങൾ ചെയ്തിട്ടുള്ളൂ ഗൈസ്. ജാനിയമൻ, മഞ്ഞുമൽ ബോയ്സ് ആൻഡ് ഇതാണ് പുള്ളിയുടെ അടുത്ത പടം, ബാലൻ ദ ബോയ് എന്നാണ് പടത്തിൻ്റെ പേര്. സോ പടത്തിൻ്റെ ഒരു കഥ എന്തോ എനിക്കറിയത്തില്ല ഗൈസ്. പക്ഷേ മഞ്ഞുമൽ ബോയ്സ് പോലത്തെ ഒരു 200 കോടി, മലയാളത്തിൻ്റെ ആദ്യത്തെ 200 കോടി പടം ചെയ്ത് ഡയറക്ടർ എന്തുകൊണ്ട് ഈ പടം ചൂസ് ചെയ്തു എന്നാണ് കേസ് എനിക്കറിയേണ്ടത്. മേ ബി പുള്ളിക്ക് അങ്ങനെ ഒരു വലിയ പടം ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ പുള്ളി ഇത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന ഒരു ഹിന്ദി പടമാണെന്ന് അനൗൺസ്മെൻറ്റ്, ഒരു പേരൊന്നും ഇട്ടിട്ടില്ല, പടത്തിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി അടുത്തായിട്ട് ചെയ്യുന്നത് ഒരു ഹിന്ദി പടമാണെന്നൊരു റൂമർ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല അത് ജെന്യുവിനാണെന്ന്. സോ നമുക്ക് എന്തായാലും നേരെ ഇതിൻ്റെ ട്രെയിലർ കാണാം ഗൈസ്. ആൻഡ് ഇത് ഹൊമ്പാലയും കൂടെ ചേർന്നാണ് ഗൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം വെരി ഗൈസ്, ലെറ്റ്സ് ഗോ. ബാലൻ ദ ബോയ് ഒഫീഷ്യൽ ട്രെയിലർ. 2 മിനിറ്റ് 29 സെക്കൻഡ്. 3, 2, 1. ഒരാൾ ഓടുന്നു ഒരു ലോറിയുടെ ബാക്കിൽ. ഫ്രം ദ ഡയറക്ടർ ഓഫ് ജാനേമൻ മഞ്ഞുമൽ ബോയ്സ്. ഗൈസ് ഒമ്പാലയല്ല, കേവിൻ പ്രൊഡക്ഷൻസാ. ശരിയാ, മറന്നുപോയി, കേവിൻ പ്രൊഡക്ഷൻസ് ആയിരുന്നു. ചുമ്പാലയല്ല, ഫിലിംസ്. ഓ ചെറുക്കൻ നാട് വിട്ട് വന്നാണോ? വർക്കലാണോ? അച്ഛൻ്റെ പേര് പറഞ്ഞില്ലേ, ചിലപ്പോൾ ബാലനൊന്നും തന്നെ ആയിരിക്കും. കണ്ടു നോക്കാം, പോലീസ് സ്റ്റേഷനില്ലേ. ഈ പയ്യനെ കണ്ടോ? അത് മറ്റേ നമ്മുടെ ലാലിൻ്റെ മോനല്ലേ ബേസ് ആണ്. പുള്ളിക്ക് കൂടെ താടിയൊക്കെ പുള്ളിയൊക്കെ എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. കൊള്ളാം, ചെക്കുണ്ട് കാണാൻ. ഈ ഇവര് ഉടായിപ്പാണെന്ന് തോന്നുന്നു. ഇവരുടെ അമ്മ എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അതല്ലേ നമ്മൾ ഈ നാട്ടിൽ പോയി ഓരോരോ പേര് വാങ്ങുന്നത്. ഷെർലിൻ, മേരി ലൂക്ക, എന്നിട്ട് ചെറുക്കൻ്റെ അഭിജിത്ത് കുമാർ എന്നൊക്കെ. ചെറുക്കൻ നോക്കുന്നുണ്ടോ? പുള്ളിക്കാരി എന്തോ ചെയ്തിട്ടുണ്ട് കേട്ടോ. I am missing ആണ് ഈസ്. പറയാൻ പറ്റില്ല. തോക്കൊക്കെ എടുത്ത് വെടിച്ചിട്ടു. കമ്പ്യൂട്ടർ സുഷിൻ ശ്യാം വോയിസ് ബാക്ക്. ഓ എട്ടാ, ഇവര് കൊന്നാ തളർത്ത്. ആരടാ എഡിറ്റ് ചെയ്ത ട്രെയിലർ കട്ടൊക്കെ? നമ്മുടെ പ്രേമലുവിന്റെ ഡയറക്ടർ ഇല്ലേ ഇത്? വോയിസ് നമ്മുടെ ആരെ ഇപ്പൊ ഖാലിദ് റഹ്മാനെ പിടിച്ച് അഭിനയിപ്പിച്ച്, ഇനി നമ്മുടെ പുള്ളിയെ പിടിച്ച് അഭിനയിപ്പിച്ച് പ്രേമലുവിന്റെ ഡാൻ. റൈറ്റർ ജിത്തുമാധവൻ. ഞാൻ പറഞ്ഞില്ലേ, വെങ്കട് കെ നാരായണൻ. അതാറാ എനിക്ക് ഒന്ന് ബാക്കിലോട്ട് അടിച്ചോട്ടെ. അയ്യോ കണ്ടിട്ടാ, ഒന്നുകൂടെ സോറി. ടൊവിനോ കൊച്ചിൻ്റെ അച്ഛനായിട്ടായിരിക്കും. ആരോടും പോയി കഥൊന്നും പറഞ്ഞു വെക്കരുത്, പ്രത്യേകിച്ച് പോലീസുകാരോട്. നിന്റെ ചക്കരം തേടി വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് മൂടിയോ? അതാണല്ലോ നിന്റെ ഒരു സ്റ്റൈല്. സൈക്കോ ആണെന്ന് തോന്നുന്നു, എന്തോ ചെയ്തിട്ടുണ്ടോ അവര്.
ഡയറക്ടഡ് ബൈ ചിദംബരം. എന്തായിരുന്നു പറയടാ ടൊവിനോയുടെ ശബ്ദം കണ്ടാ അമ്മ ആ ടൊവിനോയാണോ കേട്ടിട്ട് അതുപോലെ ഇരിക്കുന്നത്. ബാലൻ ദ ബോയ്. എസ്കേസ് ഒരു ഫാമിലി നടക്കുന്ന അവർ പീഡമാറിയൊക്കെ പോകുന്നു. എന്തോ ഒരു മിസ്റ്ററി ഉണ്ട് ഈ പടത്തിൽ. നല്ലൊരു മിസ്റ്ററി ട്രെയിലറിൽ നിന്ന് കിട്ടുന്നുണ്ട് ഗീസ്. ജൂൺ 19 ഈ പടത്തിൻ്റെ റിലീസ്. യു.കെ. ജൂൺ 19 സ്റ്റെപ്പ് ശനിയായി ഇപ്പം ജൂൺ 19 റിലീസ്. ഈ സ്റ്റുഡിയോമായിരിക്കും ഗീസ്. ഇത് വേറൊരു രീതിയിലുള്ള പടമായിരിക്കും. അതായത് കുറച്ച് മിസ്റ്ററി. അതായത് നമ്മൾ കാണുന്ന പെർസ്പെക്റ്റീവ് എപ്പോഴും നമ്മൾ വലിയ ആൾക്കാരുടെ രീതിയിലല്ലേ കാണുന്നത്. അപ്പോൾ ഈ തവണ കുറച്ച് ഒരു കൊച്ചി ഇറക്കൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും നമ്മൾ ഈ കഥയിലുള്ള കഥാപാത്രങ്ങളെയും അവർ ചെയ്യുന്ന രീതിയിലും കാണുന്നത്. വെയിറ്റ്. ചിദംബരം ഡയറക്ടർ ഇസ് എ ബ്രില്യൻറ്റ് ഡയറക്ടറാണ് ഗൈസ്. അതുപോലെ ഇത് എഴുതിയിരിക്കുന്ന നമ്മുടെ ജിത്തു മാതാണ് ഗൈസ്. പുള്ളി ചെയ്യുന്നത് തന്നെ കുറച്ച് ഫൺ പടങ്ങളൊക്കെ ആണെങ്കിലും പുള്ളി എഴുതി വെച്ചിരിക്കുന്ന ഈ പടം ഉണ്ടല്ലോ കിടിലായിരിക്കും ഗൈസ്. ഐ തിങ്ക് സോ. ആൻഡ് ഈ വീഡിയോ കോപ്പിറൈറ്റ് അടിച്ചിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. നമ്മൾ പോസ് ചെയ്ത് അതാണ് എടുത്തിരുന്നത്. നമുക്ക് നോക്കാം, എന്തായാലും വെയിറ്റ് ചെയ്യാം, നോക്കട്ടെ. ട്രെയിലർ എന്തായാലും കിടിലായിട്ടുണ്ട് ഗൈസ്. സോ ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ ട്രെയിലർ ഇഷ്ടപ്പെട്ടോ, എന്തുവാണ് നിങ്ങൾക്ക് ഈ പടത്തിലൊരു ഹൈപ്പ് ഉണ്ടോ? എനിക്കുണ്ട് ഗൈസ്. കാരണം ആസ് എ സിനിമ ലവർ എനിക്ക് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ പറയൂ ഗൈസ്. ആൻഡ് മോളിവുഡ് ടൈംസ് എത്ര പേര് കണ്ടു അതിനെക്കുറിച്ചൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യത്തില്ല, കമൻറ്റ് ചെയ്യുക. എൻ്റെ അടുത്തൊരു വീഡിയോ ഇട്ട് ഇരുന്നേരെ. ബൈ ബൈ.